നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. അല്ലലൊടുക്കാൻ വഴിയില്ല. ഹരിയോ 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 ഹരിയോ. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഈശൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ആശ്രയമറ്റവരാണോ നാം? ഹരിയോ 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 ഹരിയോ. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ആ സമൂഹത്തിന് ആരോഗ്യം വേണം. തീർച്ചയായിട്ടും നല്ല അറിവുള്ള സംസ്കാരം, അറിവ്, വിദ്യാഭ്യാസം അവർക്കുണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ സമൂഹത്തിനെ ലിങ്ക് ചെയ്യുന്നത്, കോർത്തു വയ്ക്കുന്നത് അത് സംസ്കാരമാണ്. അതിനെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ സംസ്കാരമാണ് നമ്മൾ യജ്ഞ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഇവിടെ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ, കൂട്ടായ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരമുള്ളൊരു സഹവർത്തിത്വം, പരസ്പരമൊരു സഹവർത്തിത്വം, നമ്മളൊരു കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയും. അത് നമ്മൾ കൂട്ടായ്മയിലൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ശാന്തതയിലും സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാം. എന്നാൽ എപ്പോൾ മനുഷ്യ മനസ്സിൽ സ്വാർത്ഥതകൾ കയറി വന്ന് അവനവൻ്റെ സുഖത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുവോ, അപ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവൻ്റെ കാര്യം പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവൻ്റെ കുടുംബകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവൻ സമൂഹത്തിനെ അവഗണിക്കുമ്പോൾ, അവഗണിക്കപ്പെടുന്ന സമൂഹം അവനെതിരെ തിരിയും. അങ്ങനെയാണ് ലോകത്തിൽ റവല്യൂഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഉള്ളവൻ ഇല്ലാത്തവനെ പരിഗണിക്കാതെ വരുമ്പോൾ ഇല്ലാത്തവൻ ഉള്ളവനെതിരെ വിപ്ലവം നയിക്കും. അങ്ങനെയല്ലേ കമ്മ്യൂണിസം ലോകത്തിലുണ്ടായത്? സാർ ചക്രവർത്തിമാരെ കൂട്ടക്കുരുതി ഒരുത്തിയത്, ചൈനയിൽ വിപ്ലവം ഉണ്ടായത്, ബ്ലഡ് റവല്യൂഷൻ ഉണ്ടായത്. ലോകത്തിലെവിടെ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവനെ അവഗണിക്കുമ്പോൾ, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ അവഗണിക്കുമ്പോൾ, പണമുള്ളവൻ പണമില്ലാത്തവനെ അവഗണിക്കുമ്പോൾ, എവിടെ ഒരു അവഗണന വരുന്നോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവഗണനയ്ക്ക് കാരണം നാം താഴോട്ടിറങ്ങാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പരിഗണിക്കാനുള്ള, മറ്റൊരാളെ കൂടെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ളൊരു മനസ്സ്, ഇത് എവിടെയുണ്ടോ അവിടെയൊക്കെ നല്ല സംസ്കാരങ്ങളുണ്ട്. ഇതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഈ സംസ്കാരത്തിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരീരം, മനസ്സ്, ഈ രണ്ട് ശക്തികളാണല്ലോ നമ്മളെ ജീവിതം കൊണ്ട് നടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രധാനമായിട്ട് ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കില്ലെങ്കിൽ ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാവുമോ? ഇനി പോട്ടെ, ശരീരത്തിന് ഇത്തിരി ആരോഗ്യക്കുറവുണ്ടെങ്കിലും കൂടുതൽ ആരോഗ്യം ആർക്ക് വേണം? മനസ്സിന് വേണം.
മനസ്സിന് ആരോഗ്യമില്ലെങ്കിലോ, എന്നും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ആണെങ്കിലോ നല്ലൊരു ജീവിതം കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ ആരോഗ്യമാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളാം. ഈ ശരീരം കടപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയോടാണ്, മനസ്സ് കടപ്പെട്ടിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ശക്തിയോടാണ്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് വന്ന മനസ്സിനെ ഈശ്വരനിലേക്ക് നയിക്കുന്ന ഒരു യജ്ഞം നമ്മൾ ചെയ്യണം. പ്രകൃതിയിൽ നിന്ന് വന്ന ശരീരത്തെ പ്രകൃതിയിലേക്ക് നയിക്കുന്ന ഒരു യജ്ഞം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഉണ്ടോ? അപ്പം ശരീരം താഴാൻ പഠിക്കണം, മനസ്സ് ഉയരാൻ പഠിക്കണം. ശരീരത്തെ താഴ്ത്തുന്നതാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ അതിനെയാണ് ദാസഭാവം എന്ന് പറഞ്ഞത്. ഒരു യഥാർത്ഥ ഭക്തൻ അവൻ ദാസനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവൻ മറ്റുള്ളവരെ കൂടെ തൻ്റെ കൂടെ കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി തന്നാൽ സാധിക്കുന്ന സഹായം ചെയ്യാൻ, സേവനം ചെയ്യാൻ അവൻ തയ്യാറാവും. അപ്പം നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരു പരിവർത്തനം വരണം. നമ്മുടെ ആ ചുറ്റുപാട്, നമ്മുടെ സമൂഹം, ഇപ്പം നിങ്ങളുടെ ഒരു സ്ട്രീറ്റ് അത്രയും നിങ്ങൾ പരിഗണിക്കൂ. പരസ്പരം അറിഞ്ഞിരിക്കുക, അവരുടെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പുകൾ അറിഞ്ഞിരിക്കുക, അവരുടെയൊക്കെ എന്താണ് വീട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനൊന്നും പോകേണ്ടി വരില്ല. വീടുകളിലൊക്കെ അങ്ങനെ പരസ്പരം നമുക്ക് ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലല്ലോ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അതിനൊക്കെയാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കേണ്ടത്. അല്ലാതെ എന്നെ സംബന്ധിച്ച് ഭാഗവതം വെറുതെ കേട്ടിട്ട് ഒരു ഭാഗത്ത് മൂലയിലിരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ തയ്യാറാവണം സമൂഹത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ലോകമൊന്നും നേരെയൊക്കെ നമ്മളെക്കൊണ്ട് സാധിച്ചു എന്നുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, ഒരു സൂര്യനെ പോലെ കത്തിജ്വലിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിരിയായിട്ടെങ്കിലും നമ്മളൊക്കെ ജീവിക്കണ്ടേ? ഉമിത്തിയായി കത്താതിരിക്കൂ എന്നാണ്. ഉമിത്തിയിലും തീയുണ്ട്, പക്ഷെ അത് ഇന്നേ വരെ ആർക്കും പ്രകാശം കൊടുത്തിട്ടില്ല. ഉണ്ടോ? അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞോടിഞ്ഞോടിക്കും. അപ്പം നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ആരായി തീരണം? മെഴുകുതിരിയായി തീരണം. നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ എക്സിസ്റ്റൻസിനൊരു നിലനിൽപ്പിനൊരു വില കൊടുക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ചുറ്റുപാടിനെ മുഴുവൻ. നാമസങ്കീർത്തനം കൊണ്ടും സത്സംഗം കൊണ്ടും ആരെ ഉയർത്തിക്കൊള്ളണം? ശരീരത്തിനെ ഉയർത്താൻ പറ്റില്ല. ആരെ ഉയർത്തിക്കൊള്ളണം? മനസ്സിനെ ഉയർത്തിക്കൊള്ളണം. അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തുടങ്ങിയാലല്ലോ വി ആർ ദ ജം ഓഫ് ദ വേൾഡ്. നമ്മളായിരിക്കും ഏറ്റവും ഉത്കൃഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് ജീവിതത്തെ മുരടിപ്പിക്കും. ഇതുപോലെ നമ്മൾ ജീവിതത്തുണ്ടല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തെ നിങ്ങളുടെ 2 മക്കളും അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളും ഒരു വീട് മാത്രമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മഹത്വമായ ദർശനം കാണാൻ പറ്റില്ല. ഇതാണ് ജീവിതം എന്ന് കരുതരുത്. അവിടെ കൊണ്ട് കാഴ്ച നിർത്തരുത്. ഇത് ഓരോ സീസണിൽ പോയി നോക്കുന്നത് പോലെയാണത്. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു 4 ആളുകൾ, അന്ധന്മാരായിട്ടുള്ള ആളുകൾ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടില്ലേ? ഉത്സവത്തിന് പോയി 5 അന്ധന്മാർ. എന്നിട്ട് ആനയെ കാണാൻ വേണ്ടി പോയതാ. കണ്ണുകൂട്ടന്മാരാ, കാണില്ല. ഓരോരുത്തർ ഓരോ ഭാഗങ്ങൾ പിടിച്ചു എന്നാണ്. അങ്ങനെയല്ലേ കഥ? അവസാനം 5 പേരും കൂടി തർക്കിക്കുകയാണ്. ഒരുത്തൻ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ ചൂല് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറഞ്ഞു കൊമ്പ് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറഞ്ഞു എന്തോ ഒരു തൂണ് പോലിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു മുറം പോലെയാണെന്ന്. അവസാനം ആനപ്പാപ്പൻ പറഞ്ഞു പൊട്ടത്തരം പറയാണ്ടിരിക്കും സുഹൃത്തുക്കളെ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആന. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ജീവിതം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ജീവിതത്തിന് ഈ ഒരു ആംഗിൾ മാത്രമല്ല, ഇനിയുമുണ്ട്. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മൾ, ശരീരത്തെ നമ്മൾ താഴ്ത്തണം, മനസ്സിനെ നമ്മൾ ഉയർത്തണം. അപ്പം നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ കാണാൻ പറ്റും, പല അനുഭവങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ കൂടുതൽ മനസ്സിലാവുന്ന, നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ കാണാത്തൊരു ജീവിതം. ചിലർ എല്ലാ സമ്പത്തും സമൃദ്ധിയുമുണ്ട് എന്നിട്ടും ദുഃഖിക്കുന്നവരുണ്ട്, ഇല്ലാത്തത് കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ ദുഃഖിക്കുന്നവരുണ്ട്, മക്കൾ ഉണ്ടായിട്ട് ദുഃഖിക്കുന്നവരുണ്ട്, മക്കൾ നോക്കിയിട്ട് അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അവരെ വേർപെട്ട് പോകാൻ എങ്ങോട്ട് പോകാൻ പറ്റാതെ ദുഃഖിക്കുന്നവരുണ്ട്, മക്കൾ നോക്കാതെ ദുഃഖിക്കുന്നവരുണ്ട്. വിചിത്രമായിട്ട് നമുക്ക് ഈ ലോകത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ജീവിതം ഒന്ന് മാറ്റിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെയധികം ഉയർത്താം. അങ്ങനെ ഉയർത്താൻ, ആധ്യാത്മികമായി നമ്മൾ ഉയർത്താൻ, മനസ്സിനെ ഉയർത്താൻ നമുക്ക് തന്നിരിക്കുന്നൊരു ശാസ്ത്രമാണ് കാപിലയോപാഖ്യാനം.
അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഭഗവാൻ ഭാഗവതത്തിൽ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ അവതാരം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കുന്ന അവതാരത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് മത്സ്യം, കൂർമ്മം, വരാഹം എന്നാണ്. എന്നാൽ ഭാഗവതത്തിൽ ആദ്യം വരുന്ന അവതാരം വരാഹ അവതാരമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞഭാവന. അപ്പം നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ആദ്യം വേണ്ടത് യജ്ഞഭാവനയാണ്. ഇനി രണ്ടാമത്, അങ്ങനെ യജ്ഞഭാവനയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര ആധ്യാത്മികമായ അറിവുണ്ടായിരിക്കണം. ഈ ആധ്യാത്മികമായ അറിവാണ് കപില ഭഗവാൻ ഉപദേശിക്കുന്നത്. നമ്മൾ 24-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ ആ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായി അവതരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഭഗവാനെ ബ്രഹ്മാവ് അവിടെ വന്ന് തൊഴുന്നു നമസ്കരിക്കുന്നു. അതിനുശേഷം അച്ഛനും മകനും അമ്മയുമായിട്ടുള്ള ജീവിക്കുന്ന കാലം അച്ഛന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന്. കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുത്രനായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം തൻ്റെ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എത്ര മക്കളാണ്? 9 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? അത്രേ സപ്തർഷികൾക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ. മരീചി എന്ന് പറയുന്ന ഋഷിക്ക് കല എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊടുത്തു. മരീചയ കലാം പ്രാതൽ അനസൂയാമധാത്രയേ ശ്രദ്ധാമങ്കിരസേയസ്സൽ പുലസ്ത്യായ ഹവിർഭുവം പുലഹായ ഗതിം യുക്തം ക്രതവേ ചക്രിയാം സതിം ഖ്യാതിം ച മൃഗവേയച്ചൽ വസിഷ്ഠായപ്യരുന്ധതിം അതരുവണേ അതതാൽ ശാന്തിം യയായജ്ഞോ വിതന്വതേ വിപ്രഷഭാൻ കൃതോദ്വാഹൻ സധാരൻ സമലാളയൽ. അപ്പം മരീചി എന്ന് പറയുന്ന ഋഷിക്ക് കലയെ കൊടുത്തു, അത്രി മഹർഷിക്ക് അനസൂയാദേവിയെ കൊടുത്തു, അങ്കിരസിന് ശ്രദ്ധാദേവിയെ കൊടുത്തു, പുലസ്ത്യന് ആരെയെ കൊടുക്കുന്നത്? ഹവിയെ കൊടുത്തു. ഹവി, പുലസ്ത്യായ ഹവി. പിന്നെ പുലഹന് ഗതിയെ കൊടുത്തു, ക്രതുവിന് ക്രിയയെ കൊടുത്തു, ഭൃഗുവിന് ഖ്യാതിയെ കൊടുത്തു. അങ്ങനെ 7 പേരെ കൊടുത്തു. ഇനി എത്ര പേരുണ്ട്? ഒരാളെ വസിഷ്ഠ മഹർഷിക്ക് കൊടുത്തു. എന്തായിരിക്കും പേര്? രാമായണമൊക്കെ വായിക്കുന്നവരല്ലേ നിങ്ങൾ? അരുന്ധതി ദേവി. പിന്നെ ഒരാളെ ശാന്തി എന്ന് പറയുന്ന കുട്ടിയെ അധരുവണ ഋഷിക്ക് കൊടുത്തു. ഇങ്ങനെ 9 പേരെയും 9 പേർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഒരാളേ ഉള്ളൂ. ആര്? കപില ഭഗവാനേ ഉള്ളൂ. അച്ഛൻ ഇനി അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. പുത്രനെ കണ്ടിട്ട് പറഞ്ഞു, ബഹുജന്മ വിഭക്വേന സമ്യഗ്യോഗ സമാധിനാം ദൃഷ്ടും യദന്തേ യദയം ശൂന്യാകാരേഷു യത്പദം സയേവ ഭഗവാനദ്യം ഹേളനം നഗണയ്യന ഗൃഹേഷു ജാതോ ഗ്രാമ്യാണം യസ്വാനം പക്ഷപോഷിണി. ഭഗവാനെ, എത്രയോ മഹർഷിമാർ അവരുടെ ഹൃദയത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ വേണ്ടി കഠിനമായ തപസ് ചെയ്യുന്നു. എന്നാൽ അത്രയൊന്നും തപസ്സൊന്നില്ലാത്ത ഞങ്ങളുടെ ഗൃഹത്തിൽ അവിടുന്ന് വന്ന് അവതരിച്ചില്ലേ? ഞങ്ങൾ ധന്യാത്മാക്കളാണ്. പക്ഷെ ഭഗവാനെ, ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്. അങ്ങ് സാധാരണ പുത്രനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങ് വലിയൊരു മഹാനാണ്, അവതാരമൂർത്തിയാണ്, ജഗദ്ഗുരുവാണ്. അവിടുത്തെ പാതാരബിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവീന്ദ്രവതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രബദ്ധീം. ആ കപിലനെ നമസ്കരിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നു, അസ്മാഭിപൃച്ഛേദ്യ പതിം വ്രജാനം ത്വയാവതീർണ്ണ ഉദാപ്തകാമാം പരിവ്രജൽ പദവിം ആസ്തിദോഹം പരിവ്രജൽ പദവിം ആസ്തിദോഹം. ഉണ്ണി, അച്ഛന് ഒരാഗ്രഹമുണ്ട്. അച്ഛനെ ഉപദേശിക്കണം, അച്ഛന് അനുവാദം തരണം. പരിവ്രജൽ പദവീം ആസ്തിദോഹം ചരിഷ്യേ ത്വം ഹൃദി. ഇനി ഭഗവാനെ ഞാൻ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വിശോകനായി ഞാൻ ചരിച്ചു കൊള്ളാം, ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. അപ്പം നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊക്കെ കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യാറ്? കുറച്ച് കൊണ്ടുവരണം. മനസ്സിനെ വീട് വിട്ടു പോകണമെന്നല്ല പറയണത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് നാളെ തന്നെ വീട് വിട്ടു പോകണ്ട. വീട് വിട്ടു പോകണമെന്നല്ല, നിങ്ങൾ പോവില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ വീട് വിട്ടു പോകാനല്ല പറയുന്നത്, മനസ്സ് മറ്റുള്ളവരോടുള്ള ബന്ധം കുറച്ച് കൊണ്ടുവരണം. അതെന്തിനാണ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത്? കാരണം നമ്മുടെ മനസ്സ് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് നിന്നാൽ, മറ്റുള്ളവരോട് ഒട്ടിപ്പിടിച്ച് നിന്നാൽ, ഈ ശരീരം കാലൻ്റെ കൈകളിലുള്ളതാണ്. എന്ന് വെച്ചാൽ
കാലനിയമത്തിൽപ്പെട്ടതാണ്. കാലനിയമത്തിൽപ്പെട്ടത് ജനനമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്. മരണമുള്ളതിനെ ഈ മനസ്സിനാണെങ്കിലോ ജനനവുമില്ല, മരണവുമില്ല. അപ്പം മരണമില്ലാത്ത മനസ്സെങ്ങാനും മരണമുള്ള ശരീരത്തെ ഒട്ടിപ്പിടിച്ചാൽ ശരീരത്തിന് പോയേ പറ്റുള്ളൂ. അങ്ങനെ മനസ്സ് വിടില്ല. അങ്ങനെ വിടാത്ത മനസ്സിനെ ബലാത്കാരേണ ആർക്ക് വിടേണ്ടി വരും? ശരീരത്തിന് വിടേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഈ കുരങ്ങൻ്റെ കുട്ടി കുരങ്ങനെ മുറുകെ പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടല്ലോ ഈ കുരങ്ങന്മാർ, പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റിലൊക്കെ ഉള്ള കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന സമയത്ത് ഇലക്ട്രിക് ലൈനിൽ അടിച്ചു പോകും. അപ്പം കുട്ടി എങ്ങാനും ഇലക്ട്രിക് ലൈനിൽ അടിച്ചു പോയാൽ ഷോക്കേറ്റ് കുട്ടി ചാവും. പക്ഷെ കുട്ടി ചത്താലും അതിൻ്റെ കൈ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ പിടുത്തം പോവില്ല. ആ ബോഡി എങ്ങനെ പിടിച്ചു തൂങ്ങിയിരിക്കും. തൻ്റെ കുട്ടിയോടുള്ള അമിതമായ ഒരു വാത്സല്യം കൊണ്ട്